യുദ്ധത്തിലെ അഗ്രഗണ്യ ജന്മം കൊണ്ടാഗ്നിനേയ സോദരനായ കൗന്ദയൻ പാഞ്ചാലിയുമായി ഗന്ധമാദന പർവ്വത സീമയിൽ കഴിയുമ്പോൾ തന്റെ പ്രാണസഖിയെ മോഹിപ്പിച്ച സൗഗന്ധിക പുഷ്പങ്ങൾ തേടി ഭീമൻ ഗദാധാരിയായി ഗന്ധമാദന താഴ്വരകളിലൂടെ യാത്രയായി. പർവ്വതങ്ങളും മഹാവനങ്ങളും താണ്ടി ഭീമൻ ശാന്തസുന്ദരമായ കദളീവനത്തിലെത്തി. കദളീവനത്തിൽ എവിടെയും കല്യാണ സൗഗന്ധിക പുഷ്പത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. എന്നാൽ കദളീവനത്തിൽ ആ പുഷ്പങ്ങൾ ഭീമനെ ദർശിക്കാനായില്ല. ഗോപിഷ്ഠനായ ഭീമസേനൻ കദളീവനമാകെയും തച്ചു തകർത്തു. തത്സമയം കദളീവനത്തിൽ ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ സ്വാമി തന്റെ ശരീരവും മനസ്സും സർവശക്തികളും രാമനിൽ സമർപ്പിച്ച് ധ്യാനനിരതമായി ഇരിക്കുകയായിരുന്നു. കദളീവനത്തിലെ ഭീമസേനന്റെ നികൃഷ്ട ചെയ്തികൾ ആഞ്ജനേയ സ്വാമിയുടെ ധ്യാനത്തിന് തപോഭംഗമുണ്ടാക്കി. തന്റെ മനക്കണ്ണുകൊണ്ട് തപോഭംഗത്തിനുള്ള കാരണം അനുജനായ ഭീമനാണെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഭീമനെ ഒന്ന് പരീക്ഷിക്കുവാനായി തീരുമാനിച്ചു. ശേഷം ഭീമന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് നൽകുവാനും നിശ്ചയിച്ചു. അതിനായി ഹനുമാൻ ഒരു വൃദ്ധ വാനരന്റെ വേഷം ധരിച്ച് ഭീമന്റെ മാർഗമധ്യേ കിടന്നു. അവശകുലം മാർഗമധ്യേ കിടക്കുന്ന വാനരൻ, മാറൂ മക്കള, എന്റെ മാർഗത്തിൽ നിന്നും മാറൂ. ക്ഷമിച്ചാലും ദേഹം തളർന്നു കിടക്കുന്ന അവശനാണ് ഞാൻ. ചലിക്കുവാൻ അസാധ്യം. എന്നെ മറികടന്നു പൊയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ദയവായി എന്നെ മാറ്റി കിടത്തിയിട്ട് പൊയ്ക്കുള്ളൂ. നിന്നോട് ഞാൻ വീണ്ടും ആജ്ഞാപിക്കുന്നു. അല്ലെങ്കിൽ എന്റെ ഗത കൊണ്ട് നിന്നെ ഞാൻ കാല പിടിക്കയക്കും. പ്രഭോ, ക്ഷമിച്ചാലും അങ്ങയുടെ ഗത കൊണ്ട് ദയവായി എന്റെ പാലൊന്ന് നീക്കി കടന്നു പോകും. പാല് മാത്രമല്ല, എന്റെ ഗത കൊണ്ട് മക്കളാ നിന്നെ ഞാൻ പ്രഭു, ക്ഷമിച്ചാലും പ്രഭു. മാറ്റുവാന് മക്കളാ പ്രഭു, ആനയെപ്പോലും ഗ്രേഷ്ഠമായ എന്റെ കരങ്ങൾ തകർക്കുവാൻ കഴിയുന്ന എന്റെ കരങ്ങൾക്ക് അവയെ ചലിപ്പിക്കുവാൻ പോലും കഴിയുന്നില്ല. അവൻ ആരാണ് പ്രഭു? ഭീമസേന, ഞാൻ നിന്റെ ജ്യേഷ്ഠൻ വായുപുത്രനായ ഹനുമാനാണ്. നീ നിന്റെ കോപം വെടിഞ്ഞാലും നിന്റെ പ്രവേശിക്കാനുള്ള സൗഗന്ധിക ഉദ്യാനത്തിൽ നിന്നും ലഭ്യമാകും.